താഴെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരു സുദിനം ആശംസിക്കുന്നു. ചിങ്ങമാസം 1-ാം തീയതി, ആണ്ടുപിറപ്പ് 1-ാം തീയതി ആണല്ലോ ഇത്. മലയാള മാസം, വർഷപ്പിറവി, ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ നാളുകളാണല്ലോ ഇനി അങ്ങോട്ട് ഉണ്ടാകുന്നതും. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ചില ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്ന മാസമാണ് ചിങ്ങമാസം. മലയാളികളുടെ എല്ലാവരുടെയും മഹോത്സവമാണല്ലോ. മഹോത്സവങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ തിരുവോണം. ചിങ്ങമാസത്തിലെ തിരുവോണത്തിൻ്റെ തുടക്കമാണല്ലോ ചിങ്ങപ്പുലരി. ചിങ്ങമാസത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പ്രകൃതി തന്നെ അങ്ങനെ വളരെ മനോഹരമായി തീരും. തളിർത്തും പൂത്തും നിന്നുലയുന്ന ചെടികളും ലതകളും മരങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ കേരളാന്തരീക്ഷം അങ്ങനെ ശബളാഭമാകുന്ന ഒരു കാലഘട്ടമാണല്ലോ പൊന്നിൻ ചിങ്ങമാസം. സസ്യശ്യാമളകോമളമായ ഒരു അന്തരീക്ഷം, നല്ല തണുത്ത കാറ്റ്, നനുത്ത കാറ്റ്, പ്രകൃതി പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ്, പിന്നെ പൂവിടാനുള്ള പുഷ്പങ്ങളൊക്കെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. കൃഷി, നമ്മുടെ പാടങ്ങളൊക്കെ പൊൻകതിർ കുലകൾ നിറഞ്ഞങ്ങനെ നിൽക്കുന്ന പാടങ്ങൾ, അതിൽ നിന്നും നെല്ല് കൊയ്ത് കറ്റയാക്കി കൊണ്ടുവന്ന് അത് മെതിച്ച് ആ നെല്ല് നമ്മുടെ അറകൾ, നെല്ല് സംഭരിക്കുന്ന സ്ഥലമാണല്ലോ അറ, ആ അറകളിൽ നിറയുന്നതും. ഈ നെല്ല് കൊണ്ട് അറ നിറയുമ്പോൾ കർഷകൻ്റെ അകവും, അതായത് മനസ്സ് നിറയുകയാണല്ലേ. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്കൊരു സന്തോഷത്തിൻ്റെ കാലഘട്ടമാണല്ലോ ചിങ്ങമാസം. ചിങ്ങം പിറന്നു, കർക്കിടക മാസം കഴിഞ്ഞേച്ച് ഇല്ലായ്മയിൽ നിന്നുള്ളതിലേക്ക് കടക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഓണം അടുക്കാറായി. 10 ദിവസം, അത്തം മുതൽ 10 ദിവസം പൂക്കളം ഇടുക, അങ്ങനെയുള്ള ആചാരങ്ങൾ. കുട്ടികൾക്കൊക്കെ ആഘോഷമല്ലേ. കുട്ടികളൊക്കെ കൂട്ടുകാരുമൊത്ത്, അങ്ങനെ പണ്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, കൂട്ടുകാരുമൊത്ത് പൂക്കൂടകളുമൊക്കെ ഏന്തി, അല്ലെ ചേമ്പിലകളുമൊക്കെ കൈക്കുമ്പിളിൽ പിടിച്ച് അങ്ങനെ പൂ പറിക്കാൻ പോകുന്നതും ആടിപ്പാടി ഉല്ലസിക്കുന്നതും ഒക്കെ പണ്ടത്തെ കഥ. ഇന്നിപ്പം കടകളിലെങ്ങാനും പോയി, പൂക്കടയിൽ പോയി കുറച്ച് പൂ മേടിച്ചുകൊണ്ട് ചിലരൊക്കെ ഇടുന്നു, ചിലരിടുന്നുമില്ല. ആ കാലം എന്തൊരു നല്ല കാലമായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം. ഇന്നതൊക്കെ വെറും ഓർമ്മകൾ മാത്രം. അപ്പം ഞാൻ 1-ാം തീയതി ആയിക്കൊണ്ട് ഇങ്ങനെ ചിലതൊക്കെ ഓർത്തു. അപ്പം വൈകിട്ട് ചായ ഇടാൻ കയറിയപ്പം കുറച്ചിങ്ങനെ പറഞ്ഞു പോയതാണ്. ഇവിടെ ഈ പരിമിതമായ സാഹചര്യങ്ങളും നമ്മൾ ജീവിക്കാൻ പഠിച്ചിട്ടുമുണ്ടല്ലോ. പിന്നെ ആദ്യമൊക്കെ നമുക്ക് പരിമിതമായ സാഹചര്യങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീടല്ലേ വലിയ സാഹചര്യങ്ങളുണ്ടായത്. ആദ്യം ഒരു വാടക വീട്, ഒരു ചെറിയ മുറി, ഒരു ബെഡ്റൂം, ഒരടുക്കള, കുഞ്ഞടുക്കള, ഒരു കുഞ്ഞു ബാത്റൂം. ഇതൊക്കെ കൊണ്ടല്ലേ നമ്മളൊക്കെ ഒരു പൊട്ട സ്റ്റൗവ്, ഒരു മണ്ണെണ്ണ സ്റ്റൗവ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ഒരു പമ്പിങ് സ്റ്റൗവ്. ഗ്യാസൊക്കെ എത്രയോ കാലം കഴിഞ്ഞാൽ വന്നത്. മിക്സി എത്ര കാലം കഴിഞ്ഞാൽ വന്നത്. അതിനുമുമ്പ് വിറകടുപ്പും പിന്നെ മണ്ണെണ്ണ സ്റ്റൗവും പമ്പിങ് സ്റ്റൗവും അരകല്ലും ഒരലും ഒക്കെ അല്ലായിരുന്നോ. അതിൽ നിന്ന് എത്ര നമ്മൾ മാറി. ഇന്നിപ്പോൾ അതേ തറയെ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി ബെഡ്ഷീറ്റായി വിരിച്ചിരിക്കുന്നത്. മഴച്ചാറ്റിൽ പോലും ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. താഴത്തെ പണി കഴുകണമെങ്കിൽ ഇനിയും ഒരു 15 ദിവസം കൂടി എടുക്കും. അപ്പോൾ അവിടുന്ന് കുറേ സാധനങ്ങൾ മുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് തൊട്ട മുമ്പത്തെ വീട് കാണുന്നത്. ഇവിടെ ബാമ്പൂ കർട്ടൻ ഇട്ട് നേരത്തെ ബാൽക്കണി കിടന്നത്. അവിടെയാണ് ഇതാ ഒരു മേശ വെച്ചിട്ട് ഗ്യാസും ഒക്കെ വെച്ചിരിക്കുന്നത്. ഗ്യാസ് കുറ്റിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം പാത്രങ്ങളും ഒക്കെയാണ്. എനിക്ക് കാലിൽ നിൽക്കുമ്പോൾ തണുപ്പടിക്കുമെന്ന് വെച്ച് മാഷ് ഇതാ കാർഡ്ബോർഡും ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇവിടെ ബെഡ്ഷീറ്റൊക്കെ കൊണ്ട് വിരിച്ചിരിക്കുക, ഞാൻ തെന്നി വീഴാതിരിക്കാൻ. ഇപ്പം ചോറൊക്കെ അതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്ന പാത്രങ്ങൾ എന്നുണ്ടോ. ഈ അടുക്കള പുതുക്കുമ്പോൾ ഇനി ഈ ഗ്യാസും ഒക്കെ പുതുക്കണമെന്നാണ് രജനി പറയുന്നത്.
അടുക്കള പുതുക്കുമ്പോൾ തന്നെ കുറേ പൈസ ആവില്ലേ? പിന്നെ നമ്മൾ ഗ്യാസും കൂടെ ഒക്കെ മാറ്റാൻ നിന്നാൽ പെൻഷൻകാരല്ലേ. അതായത് എൻ്റെ കൂടെ നിന്ന് ഒന്ന് രണ്ട് വീഡിയോ എടുത്ത ശിൽവി, പോലീസ് RPF ജോലിയാ പെൺകുട്ടിക്ക്. എനിക്ക് മകളെ പോലെ അവളുടെ വീടായത്. ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ വർത്തമാനം പറയും. അതിനിടയിൽ കൂടെ ഒരു വീടുണ്ട്, അവിടോട്ട് ആൾക്കാർ പോയത്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇന്ന് ഇതവിടെ എല്ലാം ഓരോന്ന് കൊണ്ടുവച്ചിരിക്കുക കേട്ടോ. ഉണ്ടോ? മിക്സി ഇതാ ഇവിടെ വെച്ചിരിക്കുന്നു. എല്ലാം പലവ്യഞ്ജന ബോക്സ് ഇതാ അവിടെ ഇരിക്കുന്നു. ഗ്രൈൻഡർ ഇതാ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു. ഉണ്ടോ? ഇനിയിപ്പോൾ ഇതാ ഇവിടെയാണ് ഇതാ പുറത്ത് ഇതാ ഇവിടെ വെച്ച രജനി പാത്രമൊക്കെ കഴുകുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ തിട്ടിലിരുന്നുകൊണ്ട് അവൾ കഴുകും, നനയാതെ. എന്താ 2 വാട്ടർ ടാങ്ക് ഇവിടെ എല്ലാം ഇനിയിപ്പം ഉരച്ച് തേച്ച് കഴിഞ്ഞിട്ട് പണിക്കാർ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഒക്കെ പെയിൻ്റ് അടിക്കും. എല്ലാം എന്താ വല്ല ചേരികളുടെ പ്രദേശം പോലെ കണ്ടില്ലേ കിടക്കുന്നത്. ഇങ്ങോട്ടൊന്നും കയറലായില്ലായിരുന്നു. എനിക്ക് വയ്യല്ലോ. ഞാൻ മുകളിലേക്കൊക്കെ കയറിയിട്ട് എത്രയോ കാലമായെന്നറിയാം. എത്രയോ നാളുകൂടെ ഞാൻ മുകളിലേക്കൊന്ന് കയറിയത്. മുകളിലേക്കൊന്നും കയറാനും ഒന്നും എനിക്ക് വയ്യായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനൊരു സ്ഥിതി വന്നപ്പോൾ കയറിയതാണ്. അപ്പം മാഷ് എല്ലാം കൊണ്ടുതരും മുകളിലോട്ട്. മാഷക്ക് 10 വട്ടം കയറാം, വണ്ണമില്ലാത്ത ആളല്ലേ. ഇവിടെ ആരും വരാതെ കിടന്നൊരു സ്ഥലമാണ് ഞങ്ങളുടെ ഇവിടം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായി. ഇതാ ഇവിടെ പഴയ സോഫകളും ഒക്കെ കൊണ്ട് ഡംപ് ചെയ്തിരുന്നിടമായത്. ഇപ്പോൾ അവിടെയാണ് ഓരോന്ന്. പിന്നെ മുകളിൽ കൊണ്ട് കുറച്ച് തുണി അയലിടുമായിരുന്നു ഞങ്ങൾ. ഇതൊക്കെയാണ് ചെയ്തത്. ഈ സോഫയൊക്കെ പഴയതിന് വലിച്ചെറിയണം. ഈ സാഹചര്യമാണ്. അങ്ങനെ ഒരു ആദ്യം തുടക്കത്തിലേക്ക് വീണ്ടും പോയ പോലുണ്ട് ഇവിടെ പെരുമാറുമ്പോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ മോഡുലാർ കിച്ചൺ, ഞാൻ മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞ് ഇതാ ഇടുന്നത്. എല്ലാവരുടെയും വിചാരം ഞാൻ പണിയുന്നത് മോഡുലാർ കിച്ചണാണെന്ന്. അല്ല കേട്ടോ, സാധാരണ അടുക്കള ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ഇത് ടൈൽസൊക്കെ അവിടെ പഴയതായിരുന്നല്ലോ, അപ്പം അതങ്ങ് നരച്ചു. അപ്പോൾ ആ ടൈൽസൊക്കെ ഇളക്കിയിട്ട് അവിടെ പുതിയ ടൈൽ ഒട്ടിക്കുന്നു വർക്ക് ഏരിയയിലും അടുക്കളയിലും. അല്ലാതെ വേറെ ഒരു പരിഷ്കാരവും ഇല്ല, സാധാ അടുക്കള തന്നെ. ഞാൻ മോഡുലാർ കിച്ചൺ എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിച്ചു മക്കളുടെയൊക്കെ വീട്ടിൽ മോഡുലാർ കിച്ചനാണ്. എനിക്ക് അതും ഇതുമായിട്ട് ഒരു വ്യത്യാസവും തോന്നിയില്ല. ഉള്ള കാര്യം പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ വലിയ ചിമ്മിനി വലുതായിരിക്കും, കുറച്ച് ഇങ്ങനെ ഷെൽഫുകൾ പോലൊക്കെ അടച്ചതും. അല്ലാതെ എന്തോ ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട്. നമ്മൾ അധ്യാപകരല്ലേ, നമുക്ക് ഈ ചെറിയ സാഹചര്യമൊക്കെ മതി. ഇവിടെ രജനിക്ക് ഈ ചുരുങ്ങിയ സാഹചര്യത്തിൽ നിന്ന് പെരുമാറാൻ ഇഷ്ടമില്ല. എനിക്കിതൊക്കെ ധാരാളമെന്ന് ഞാൻ പറഞ്ഞു. പഴയതൊന്നും മറക്കാൻ പാടില്ലല്ലോ നമ്മൾ. പണ്ട് എത്ര ചുരുങ്ങിയ സാഹചര്യമായിരുന്നു ജീവിതം, കുടുംബജീവിതം തുടങ്ങിയ സമയത്ത്. അപ്പോൾ ഇതൊക്കെ ഒരുപാട്. കുറച്ച് പയർ വെള്ളത്തിലിട്ടിരിക്കുന്ന കാണുന്നത്. ഇന്ന് പയറും 4 മണിക്ക് അരച്ച് വെക്കണം. രാത്രിയിലത്തെ എൻ്റെ ഇന്നത്തെ എന്തുവാ ഡിന്നറോ, രാത്രി അത്താഴത്തിന് ഇപ്പോൾ ഡിന്നറിനൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അതിന് ഒരു പിടി കോറയും ഒരു പിടി ഉലുവായും, ഒരു പിടിയില്ല ഒരു നുള്ളു ഉലുവായും ആ പയറും കൂടെ ഒരു വറ്റൽ മുളകും, ചുവന്ന മുളക് അതും കൂടെ അരയ്ക്കും. ഉപ്പ്, കായം, ജീരകം ഇത്ര അരച്ചിട്ട് രാത്രിയിലത്തെ എൻ്റെ അത്താഴം അതാണ്. ഒരു ദോശ. അപ്പോൾ അത് കാരണം മാഷക്ക് എന്നും കഞ്ഞി തന്നെ വേണം. ഇത് ചോറിരിപ്പുണ്ടത് കഞ്ഞിയാക്കും. ഇന്ന് എൻ്റെ മൂത്ത മകൻ അവിടുന്ന് തിരിച്ചിട്ടുണ്ട്, സന്ധ്യയാകുമ്പോഴത്തേക്ക് എത്തും. അവരൊക്കെ വെജിറ്റേറിയനാണ്. അത് കാരണം കൊണ്ട് പിന്നെ ഇപ്പോൾ ഇന്നത്തെ ദിവസം, കഴിഞ്ഞ മാസം മുഴുവൻ നമ്മൾ നോണൊന്നും ഉപയോഗിക്കില്ലല്ലോ. ഇപ്പോൾ ഇന്നും ചിങ്ങമാസത്തിൽ പിന്നെ ആണ്ടുപറപ്പല്ലേ, ഇന്നും ഒരു മുട്ട പോലും ഉപയോഗിക്കുകയില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ മോഡുലാർ കിച്ചൺ പരിചയപ്പെടുത്തുകയാണ്. ഈ അടുക്കള നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കണം. നിങ്ങളുടെ ജീവിതവും കുടുംബജീവിതവും തുടങ്ങിയ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നോ, ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ മീൻസ് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ആയിരുന്നോ എന്നുള്ള കാര്യവും പറയണം. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ നിർത്തുന്നു.
നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും ദീർഘായുസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അതിൽ നിന്ന് മേടിച്ചതാണ്. വെളിച്ചെണ്ണ ഒഴിക്കാനുള്ള ഒരു സ്റ്റീൽ പാത്രം. നല്ല സൗകര്യം കേട്ടോ, നല്ല വിലയുമുണ്ട്. നമ്മൾ സാധാ കുപ്പിയിലായിരുന്നില്ല, അപ്പം ഞാനൊരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും സ്ഥലം കൊണ്ടാണ് എല്ലാ സംഭവങ്ങളും ഒതുക്കിയിരിക്കുന്നത്. കാപ്പിപ്പൊടി, പഞ്ചസാര, ഓട്സ്, പലവ്യഞ്ജനം, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കുരുമുളക് പൊടി, മുളക് പൊടി എല്ലാം ഇത്രയും സ്ഥലത്താണ്. മിക്സി, ഗ്രൈൻഡർ, ഇതെല്ലാം ഇത്രയും സ്ഥലത്ത്. അരി വാർക്കുന്ന പാത്രം ഇങ്ങനെയല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നെയ്യ് ദോശ ഇടാൻ വെച്ചതാ. ചോറ്, പാലുകാരൻ വന്നു, മാഷ് താഴെ പോയി പാല് മേടിച്ചോളും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അവിടെ ഗ്യാസ് കുറ്റി എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് എനിക്ക് സിൽവിയോട് വർത്തമാനം പറഞ്ഞ് പാചകം ചെയ്യുകയും ചെയ്യാം. സിൽവി നോക്കട്ടെ, അവൾ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അവൾക്ക് ഇന്നലെ ഓഫായിരുന്നു. അത് കാരണം കൊണ്ട് ഇന്നവൾക്ക് ഇനി സന്ധ്യയ്ക്ക് അവൾ വരുള്ളൂ. ഞാൻ ലൈറ്റ് ഇടാൻ മറന്നുപോയി. എൻ്റെ ദൈവമേ, ലൈറ്റ് ഫാനും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ ഞാൻ എന്താ പറയണ്ടേ, ഇതെല്ലാം ഇനിയും വൃത്തിയാക്കി എടുക്കണേ ഭയങ്കര പാടാണ്. ഇനി അടുക്കളയുടെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു പുതിയ താമസം തുടങ്ങും. പുതിയ വീട് വെച്ച് താമസിക്കുന്ന പോലെ എല്ലാം അവിടെ ഇവിടെയും വാരി ഇട്ടിരിക്കുക. കുറേ സാധനങ്ങളൊക്കെ മുറ്റത്ത് കിടക്കുകയാണ്. ഇനി ഇതെല്ലാം ഓർഡറിലാക്കണേ നല്ല പാടാണ്. പാവം എൻ്റെ മാഷൊക്കെ കഷ്ടപ്പാട് ഇതെല്ലാം ഓർഡറിലാക്കണമെങ്കിൽ. അപ്പോൾ ശരി, ഓക്കെ. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ അടിച്ച് കയറണം കേട്ടോ. താങ്ക് യു സോ മച്ച്.